നീനു വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരമാണ് അവിടെ നിന്ന് പോയത്. കാരണം ഞങ്ങൾ എല്ലാ സഹായങ്ങളും, ഞങ്ങൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി, പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പയർ പറിക്കാൻ വേണ്ടി മറ്റ് പറമ്പിൽ പോയിട്ട് അവിടുന്ന് സഹായിക്കാൻ വേണ്ടി എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടുത്തെ ആളുകളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഗംഭീരമായൊരു പ്രോഗ്രാം നടത്തി. മനോഹരമായിട്ട് ഞങ്ങളുടെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അക്ഷരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താ പറയുക, വല്ലാത്ത ആവേശം ജനിപ്പിക്കുന്ന രീതിയിൽ ആളുകളോട് ഗ്രാമവാസികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും മുന്നിൽ നീനു ഉണ്ടായിരുന്നു. കാരണം നീനുവിൻ്റേതാണ് ട്രൂപ്പ്. നീനു അത്രമാത്രം ഞങ്ങൾ അറ്റാച്ച്ഡ് ആയിരുന്നു. നീനുവിൻ്റെ ഒരു മനസ്സിലുള്ള ഭാവം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരികളാണ്, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ അങ്കിളാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ നീനു ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നു. ഞങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ആളുകൾ കൈയടിച്ചു. അക്ഷരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാക്കുന്ന രീതിയിൽ നന്നായിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ നീനു എന്ന് പറയുന്ന കുട്ടി ഞങ്ങളോടൊപ്പം വണ്ടി കയറുന്ന സമയത്ത് അവൾക്ക് അക്ഷരം പഠിക്കണം. അവൾക്ക് ഭക്ഷണമല്ല വേണ്ടത്, എനിക്ക് അക്ഷരം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഞങ്ങളുടെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞങ്ങൾ പലതവണ പറഞ്ഞു ഇറങ്ങിപ്പോകുമ്പോളേ, കാരണം ഇത് നമ്മുടെ വാഹനം, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ കുട്ടിക്ക് അക്ഷരം പഠിക്കണം, ഞങ്ങളുടെ കൂടെ പോരണം. എൻ്റെ മനസ്സിലുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് അവിടുത്തെ ജമീന്ദാർ. കാരണം ഇന്നും ജമീന്ദാർമാരുടെ ഭരണമൊക്കെ എത്രയോ കാലം മുമ്പ് നിലച്ചു പോയതാണ്. പക്ഷേ ഇന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ ഗ്രാമവാസികളുടെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ജമീന്ദാർമാരാണ്. അവിടുത്തെ ജമീന്ദാർ വന്നു കഴിഞ്ഞതിന് ശേഷം തലയെക്കെട്ടും തലപ്പാവും പൊട്ടും കുറിയും ഒക്കെ ഉള്ളൊരു ജമീന്ദാർ വന്നതിന് ശേഷം ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഈ കുഞ്ഞു കുട്ടിയെ വലിച്ചഴച്ച് കൊണ്ടുപോകും. ആ കുട്ടി നിലത്ത് കിടന്നെഴുകയാണ്. ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു വന്നു. കാരണം എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടിയെ വലിച്ച് കൊണ്ടുപോയി ഗ്രാമത്തിൻ്റെ ഏതോ ഭാഗത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയൊരു ചിത്രം ഇന്നെൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ വാഹനം ഓടിച്ചു പോയി. നീനു ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ നീനുവിൻ്റെ നിഷ്കളങ്കതയും ഒരുപക്ഷെ നീനുവിൻ്റെ എല്ലാം ഒരുപക്ഷെ ഒരു വലിയ സയൻറ്റിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഒരു വലിയ ഭാരതത്തിന് അഭിമാനമാവുന്ന രീതിയിലേക്ക് എത്രയോ ഉയർച്ചയിലെത്തിക്കാനുള്ളൊരു കുട്ടിയായിരിക്കാം അത്. പക്ഷേ ആ കുട്ടിയുടെ പഠിക്കാനുള്ള പ്രവണത, അതിനെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിലേക്ക് അവസരം നൽകാതെ കന്നുകളെ മേയ്ക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്രാമം ആ കുട്ടിയെ അങ്ങനെ വാർത്തെടുക്കുന്നു എന്ന് പറയുന്ന ചിത്രം. ഇന്ന് ആ കുട്ടി എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മനസ്സിലിപ്പോഴും ഒരു 8 വയസ്സുള്ള, ഒരു 9 വയസ്സുള്ള നിഷ്കളങ്കമായ കണ്ണുകളോടുകൂടി സ്നേഹത്തോടുകൂടി ചിരിക്കുന്ന, മനോഹരമായ പുഞ്ചിരിക്കുന്ന ഒരു നീനു എൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് എൻ്റെ മനസ്സിലെ ആരോ ഒരാൾ.